ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോൻ്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം മോട്ടോ എഡ്ജ് 50 പ്രോ ഈ അടുത്ത് ഇറങ്ങിയ ഒരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയ ഒരു പാക്കേജാണ്. എന്നാൽ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ മോട്ടോ എഡ്ജ് 50 പ്രോ 5Gയിൽ പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് കൊണ്ട് 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ കൊണ്ട് എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതായത് എത്രത്തോളം നല്ലതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. ഇനി ക്യാമറ ഹാർഡ്വെയറിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 50 മെഗാ പിക്സൽ ഷൂട്ടറാണ്. ഇത് f1.4 അപ്പേച്ചറാണ്. വൈഡസ്റ്റ് അപ്പേച്ചർ ഇൻ ദി സെഗ്മെന്റ് ആണ്. അതിനൊപ്പം തന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. റിയർ ക്യാമറയിൽ 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. ഇനി സെക്കൻഡറി ക്യാമറ പറഞ്ഞാൽ 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ്. 3x ഓപ്റ്റിക്കൽ സൂം ആണ്. അതേപോലെ 30x ഹൈബ്രിഡ് സൂം, f2.0 അപ്പേച്ചറാണ് വരുന്നത്. അതിലും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഇനി തേർഡ് ക്യാമറ ഒരു പ്രോപ്പർ 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ്. f2.2 അപ്പേച്ചറാണ്. അതിനകത്ത് മാക്രോ വിഷനും ഇൻക്ലൂഡഡ് ആണ്. ഓട്ടോ ഫോക്കസും സപ്പോർട്ടഡ് ആണ്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ f1.9 അപ്പേച്ചർ സാംസങ് സെൻസറാണ്. ഇതിലും ഓട്ടോ ഫോക്കസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയർ മോട്ടോ എഡ്ജ് 50 പ്രോ 5Gയിലെ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. എന്നിട്ട് എത്രത്തോളം നല്ലതാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡേ ലൈറ്റ് ക്യാപ്ചർ ക്യാപ്ചേഴ്സ് എടുത്തു നോക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി കാണാം, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഇമേജസ് ആണ്. ഗ്രീൻസ് കുറച്ചൊന്ന് ബൂസ്റ്റഡ് ആണെന്ന് പറയാം. പ്രോബ്ലി ട്രീ കളേഴ്സ് കുറച്ചൊന്ന് ബൂസ്റ്റഡ്. എന്നാൽ സ്കൈ കളേഴ്സ് വളരെ നാച്ചുറലും ഗുഡ് ലുക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഡീറ്റെയിൽസ് നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷാർപ്നെസ് ലെവൽസ് ഉണ്ട്. ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും തന്നെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഗ്രീൻസ് കുറച്ച് ബൂസ്റ്റഡ് ആണ്. ഇനി സൂമിങ് ചെയ്ത് നോക്കിയാലും നല്ല ഷാർപ്നെസ് ലെവൽസ് കാണാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് 2x സൂമും ഉണ്ട്. അതേപോലെ 3x സൂമുണ്ട്. 2x സൂം ഹൈബ്രിഡ് സൂമാണ്. അത് ഇൻ സെൻസർ സൂമാണ്. പക്ഷെ 3x പ്രോപ്പർ ഒപ്റ്റിക്കൽ സൂമാണ്. അതിൽ ഒരു ചെറിയ ഡിഫറൻസ് കാണാം കളർ റീപ്രൊഡക്ഷനിൽ. പ്രൈമറി ക്യാമറയിൽ അതേ കളേഴ്സ് അല്ല റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഷാർപ്നെസ് ലെവൽസും ഡീറ്റെയിൽസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇത് 3x സൂമിലെടുത്ത ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീണ്ടും തന്നെ ആ ഗ്രീൻസ് ഉണ്ടല്ലേ, മരത്തിൻ്റെ ഇലയൊക്കെ കുറച്ചൊരു ബൂസ്റ്റഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കളേഴ്സ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു പ്രൈമറി 50 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്ന് എടുത്ത സാമ്പിൾസ് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഡൈനാമിക് റേഞ്ച്, നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും അല്ലാണ്ട് കളേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു ബൂസ്റ്റഡ് ഫീൽ തോന്നിയുള്ളൂ. ഇനി അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയിലും അതേ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. നല്ല 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ ഷാർപ്നെസ് ലെവൽസ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. വീണ്ടും തന്നെ കളേഴ്സ് കുറച്ചൊന്ന് ഒരു എന്താ പറയുക സാച്ചുറേറ്റഡ്നെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. നാച്ചുറൽ കളേഴ്സ് അല്ല. ഇനി ക്ലോസ് അപ്പ് ഷോട്ട്സിലേക്ക് പോകുമ്പോൾ അവിടെയും തന്നെ നല്ലൊരു ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഷാർപ്നെസ് ലെവൽസും കളേഴ്സും ഒക്കെ തന്നെ നല്ല റിച്ച് ടോൺസ് ആണ് വരുന്നത്. ഡീറ്റെയിലിംഗ് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഈ പൂവിൻ്റെ ആ ഇതളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റിച്ച്നെസ്സും ഡീറ്റെയിൽസും ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും. പിന്നെ മാക്രോസ് ഉണ്ട് ഇതിനകത്ത് അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ കൊണ്ടാണ് മാക്രോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ലൊരു ഡീറ്റെയിൽസും നല്ലൊരു ക്വാളിറ്റിയും അതേപോലെ ഷാർപ്നെസ് ലെവൽസും നല്ലതാണ്. 2 മെഗാ പിക്സൽ മാക്രോനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഈ ഒരു മാക്രോ എക്സ്പീരിയൻസ് ആണ്. ഇനി പോർട്രേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ പോർട്രേറ്റ്സ് എടുക്കാം. 24mm, 35mm, 50mm, 85mm ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉള്ളത്. ഇൻഫാക്ട് ഈ 3x മോഡിലുള്ള പോർട്രേറ്റ് ആക്ച്വലി അവൈലബിൾ അല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിനകത്ത് എടുക്കുന്ന പോർട്രേറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷേ സ്കിൻ ടോൺസ് എനിക്ക് ഭയങ്കര ഒരു റെഡിഷ്നെസ് തോന്നി. നാച്ചുറൽ സ്കിൻ ടോൺസ് അല്ല. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റും കുറച്ചൊരു റിച്ച് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കളേഴ്സാണ്. എന്നാൽ എഡ്ജ് ഡിറ്റക്ഷൻ വളരെ നല്ലതായിട്ട് തോന്നി. ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല പോർട്രേറ്റ്സ് ആണ് മോട്ടോ ഫോണിൽ ഇതുവരെ കണ്ടതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കോമ്പറ്റീഷൻ എന്ന് നോക്കുമ്പോൾ അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഒരു ബെസ്റ്റ് പോർട്രേറ്റ്സിൻ്റെ മോട്ടോ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ലോ ലൈറ്റ് എക്സ്പീരിയൻസും പോർട്രേറ്റ്സിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. എഡ്ജ് ഡിറ്റക്ഷനും നല്ലതാണ്. അപ്പോൾ ഓവറോൾ പോർട്രേറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡാണ്. എഗെയിൻ റിച്ച്നെസ് ഒരു പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ഇനി ലോ ലൈറ്റ് എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയും ഇൻഡോർ ലൈറ്റ്സിലൊക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പ്രത്യേകിച്ച് OIS ഉണ്ട്. എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം വീണ്ടും തന്നെ നല്ല ഡീറ്റെയിൽസ് കാണാം. പക്ഷേ എന്നാൽ ഷാർപ്നെസ് ലെവൽസ് അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് OIS കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഷാർപ്നെസ് കുറച്ചൊരു നോയ്സ് ലെവൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഗുഡാണ്. പൊതുവെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല ലോ ലൈറ്റ് എക്സ്പീരിയൻസിൽ. എന്നാൽ നമ്മൾ സൂമിങ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ആ നോയ്സ് ലെവലും ഷാർപ്നെസ് ലെവൽസ് കുറച്ചൊരു കുറവുണ്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഓവറോൾ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഗുഡാന്ന് പറയാം.
ഈ സെൽഫീസിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് വളരെ നാച്ചുറൽ ലുക്കിംഗ് സെൽഫീസാണ് കിട്ടുന്നത്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സെൽഫീസ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത്. അതായത് വൈറ്റനിങ് എഫക്റ്റോ അങ്ങനെ കളർ സാച്ചുറേഷൻ അങ്ങനെ ഒന്നുമില്ല. അത് നല്ലൊരു 50 മെഗാ പിക്സൽ ഷൂട്ടാണ്. പക്ഷേ അഗെയിൻ സെൽഫീസ് പലർക്കും പേഴ്സണൽ ചോയ്സ് ആണ്. ചിലർക്ക് ഭയങ്കര വൈറ്റ് സെൽഫീസാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരാളാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ വളരെ നാച്ചുറൽ ലുക്കിംഗ് സെൽഫീസാണ്. അതിനൊപ്പം തന്നെ പോർട്രേറ്റ്സ് സെൽഫീസിലെ എഡ്ജ് ഡിറ്റക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓവറോൾ എൻ്റെ അഭിപ്രായത്തിൽ സെൽഫീസ് നല്ലതാണ്. ഈ വീഡിയോ റെക്കോർഡിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4K 30 FPS ആണ് സാമ്പിൾ മാക്സിമം വരുന്നത്. 4K 30 FPS കിട്ടുന്ന സാമ്പിൾ കുഴപ്പമില്ല എന്ന് പറയാം. സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് ഒരു സ്മൂത്ത് അല്ല. പ്രത്യേകിച്ച് നമ്മൾ പാൻ ചെയ്യുമ്പോൾ ആ ഒരു ജെർക്കിങ് കാണാൻ സാധിക്കും. അതൊരു AI എനേബിൾഡ് ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്കൊരു മികച്ചതായിട്ട് തോന്നിയില്ല സ്റ്റെബിലൈസേഷൻ. ഓവറോൾ ക്വാളിറ്റി കൊള്ളാം ഡെഫിനറ്റ്ലി. എന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1080p 60 FPS ഇതേ ഇഷ്യൂസ് തന്നെയാണ്. സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് മികച്ചതല്ല. പാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജെർക്കിങ് കാണാൻ സാധിക്കും. പക്ഷേ ഓവറോൾ വീഡിയോ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. അതേപോലെ തന്നെയാണ് 1080p 30 FPS വീഡിയോ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയും. അപ്പോൾ ചെറിയൊരു ഇംപ്രൂവ്മെന്റ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൊള്ളാമെന്ന് പറയാം. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ എടുക്കാം. ഇവിടുത്തെ വീഡിയോ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി. കളേഴ്സ് അത്രയ്ക്ക് ഒരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഷാർപ്നെസ് ലെവൽസും പിന്നെ സൂം ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം 3x സൂമിൽ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. കണ്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലും ഒപ്റ്റിക്കലി മേഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളതൊപ്പം തന്നെ അതിനകത്ത് മാക്രോസ് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം 4K. മാക്രോ 4K എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രൈസ് സെഗ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് നല്ല ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. മാക്രോസ് 4K റെക്കോർഡിംഗിൽ നമുക്ക് എടുക്കാവുന്നതാണ്. 4K recording technique using the selfie camera on the Moto Edge 50 Pro, and this can record videos in 4K resolution as well as 1080p. So you can judge yourself how good the 4K resolution is and the audio output from the വീഡിയോ റെക്കോർഡിംഗ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ റിവ്യൂ മോട്ടോ Edge 50 Pro 5Gൻ്റെ. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. പ്രോബ്ലി ദ ബെസ്റ്റ് ക്യാമറ ഓൺ എ മോട്ടോ ഫോൺ. അതായത് മോട്ടോ ഫോണിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി പറയാം. നല്ല ഇംപ്രൂവ്മെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് പ്രീവിയസ് വേർഷൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. എന്നാൽ കോമ്പറ്റീഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രോബ്ലി ഇത് ഒരു ബെസ്റ്റ് ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇംപ്രൂവ്മെന്റ് ഏരിയാസ് ഉണ്ട്. കളേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. അതേപോലെ പോർട്രേറ്റ്സും കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. ഓവറോൾ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ വേഴ്സിറ്റൈൽ ക്യാമറ എന്ന് പറയും. കാരണം അൾട്രാ വൈഡ് ഉണ്ട്, പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, അതേപോലെ സെൽഫി ക്യാമറയാണ്, 50 മെഗാ പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ എക്സ്പീരിയൻസ് പറയുക ഡെഫിനറ്റ്ലി നല്ലതാണ്. നോർമൽ യൂസേഴ്സിന് ഡെഫിനറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് റിച്ച് ടോൺസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ക്വാളിറ്റിയും കുഴപ്പമില്ല. എന്നാൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഏരിയാസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് പ്രോബ്ലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ Edge 50 Pro 5Gൻ്റെ ഒരു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.